നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങളിൽ, നമ്മളിവിടെ പഠിച്ച വിഷയങ്ങളിൽ ഒന്ന് നമുക്കറിയാം, യജ്ഞമാണ്. ജീവിതത്തിൽ ശ്രേഷ്ഠതമമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മഹത്തായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മുന്നേറുക. നമ്മളെപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത ചുറ്റുപാട് മുന്നേറുക. കാരണം നമ്മുടെ ചുറ്റുമുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ എല്ലാം നമ്മുടെ ചിന്തകളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ബലം. അത് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യമായാലും സമ്പത്തായാലും ഏകാഗ്രതയായാലും ബുദ്ധിയുടെ വളർച്ചയായാലും എല്ലാം അതിനെല്ലാം കെൽപ്പേകുന്ന പ്രായോഗികമായ ജീവിത സാഹചര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. നാലാമതായി നന്ദി ഉണ്ടാവുക, കൃതജ്ഞതയുണ്ടാവുക. ഈ നാലും നമ്മുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ, ഇത് നമുക്ക് കരഗതമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉന്നതിയിലേക്കാണ് യാത്ര. മറ്റുള്ളവരുടെ നിറം പിടിപ്പിച്ച ജീവിത ചിത്രങ്ങളിലോ താൽക്കാലികമായ തൃപ്തിക്കുള്ള കാര്യങ്ങളിലോ തൻ്റെ വിലപ്പെട്ട സമയം, ശ്രദ്ധ, ഊർജം ഇവ കളയാതെ ഇരിക്കാൻ നിങ്ങൾ തയ്യാറാവും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലാക്കേണ്ട വിഷയം, മറ്റുള്ളവരുടെ നിറം പിടിപ്പിച്ച ജീവിത ചിത്രങ്ങൾ അതിലെത്രമാത്രം ശരിയുണ്ട് എന്ന് മനസ്സിലാക്കാതെ അതുപോലെയൊക്കെ ആയിത്തീരാനും അതിലേക്ക് അവരെത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെയും എടുത്തു ചാടാതെ അവരുടെ കഷ്ടപ്പാടുകൾ, അവരതിനു വേണ്ടി പരിശ്രമിച്ച ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം നിങ്ങൾ ചോദിക്കും, നമുക്കെന്താ അങ്ങനെ ആവണ്ടേ, ഒരു സെലിബ്രിറ്റി ആവണ്ടെന്നാണോ ആചാര്യൻ പറയുന്നത്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ സെലിബ്രിറ്റി തന്നെ ആവണം. എന്താ സംശയം? അതിനുള്ള എല്ലാ പൊട്ടൻഷ്യാലിറ്റിയും നിങ്ങൾക്കുണ്ട്. എവറി പൊട്ടൻഷ്യൽ ഈസ് വിത്ത് യു. പക്ഷേ നിങ്ങൾ ഏതൊരു സെലിബ്രിറ്റിയെ പോലെ ആകാൻ ശ്രമിക്കുന്നുവോ അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് കൂടി നിങ്ങൾ അറിയണം. ഞാൻ ആളുകളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ബയോഗ്രഫി വായിക്കൂ. ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി, ജീവചരിത്രം വായിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ സെലിബ്രിറ്റിയും ഒരു യാദൃശ്ചികമായി സെലിബ്രിറ്റികളായതല്ല. അവരുടെ കഠിനമായ പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാവും. നിരവധി ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഇന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിലിരിക്കുന്ന പലരും കഷ്ടപ്പാടിൻ്റെ കൈപ്പറിഞ്ഞവരാണ്. ആ വഴിയിലൂടെ യാത്ര ചെയ്തവരാണ്. നിറം പിടിപ്പിച്ച ജീവിത ചിത്രങ്ങളിലല്ല, താൽക്കാലികമായ തൃപ്തികളിലുമല്ല നമ്മളുടെ സമയം ചെലവഴിക്കേണ്ടത്. നമ്മളെ വിലപ്പെട്ട സമയം, നമ്മളെ വിലപ്പെട്ട ശ്രദ്ധ, നമ്മുടെ വിലപ്പെട്ട ഊർജം അത് കളയാതെ, ഇതൊക്കെ നമ്മുടെ പ്രതിയോഗികളാണ്. ആരാണ് ആ പ്രതിയോഗികളുണ്ടല്ലോ? മറ്റുള്ളവരുടെ നിറം പിടിപ്പിച്ച ജീവചരിത്രങ്ങൾ, താൽക്കാലികമായി കിട്ടുന്ന തൃപ്തി ഒരു പ്രതിയോഗിയാണ്. നമ്മളെ വിലപ്പെട്ട സമയം കളയുന്നത് ഒരു പ്രതിയോഗിയാണ്. ആരാണ് നമ്മളെ പ്രതിയോഗി? ശത്രു ആരാണ്? നമ്മളെ സമയം പാഴാക്കുന്നതാണ്. നമ്മളെ ശ്രദ്ധ പാഴാക്കുന്നത് ശത്രുവാണ്. നമ്മൾ ഊർജം പാഴാക്കുന്നത് ശത്രുവാണ്. അങ്ങനെയുള്ള പ്രതിയോഗികളെയെല്ലാം നമ്മുടെ കാൽക്കീഴിലാക്കി ജീവിതത്തിലേക്കും ജീവിത വിജയത്തിലേക്കും കെടാത്ത സംതൃപ്തി എന്ന സ്വർഗീയ അവസ്ഥയിലേക്കും നമ്മെ നയിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ശ്രമം. ആ ശ്രമത്തിന് ഈ 4 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് യജ്ഞം വേണം. യജ്ഞോ വൈ ശ്രേഷ്ഠതമായ കർമ്മണ, ശ്രേഷ്ഠതമമായ കർമ്മങ്ങൾ ചെയ്യൂ. ബലം വേണം. ബലത്തിന് എന്തു വേണമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പഠിപ്പിച്ചു. പിന്നെ അതുപോലെ പോഷണങ്ങൾ വേണം. 4-മതായി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.